കാസർഗോഡാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട മണ്ണിടിച്ചിൽ ഭീഷണി ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോഴും ആ ഭീഷണി അതുപോലെ തന്നെ നിൽക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. സാരംഗ്, എന്താണ് കാസർഗോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? കാസർഗോഡ് ജില്ലയിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളുള്ളത് മൂന്നാമത്തെ ഘട്ടത്തിലാണ്. അതിൽ തന്നെ ജനജീവിതത്തിന് പോലും വലിയ ഭീഷണിയായി മാറി നിൽക്കുന്ന വീരമലക്കുന്നിൻ്റെ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു മേഖല കഴിഞ്ഞ ജൂലൈ 23-ന് വലിയ തോതിലുള്ളൊരു അപകടമുണ്ടായൊരു മേഖലയാണ്. ഇവിടെ താൽക്കാലികമായി കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിച്ച് അപകടമില്ലാതാക്കാൻ സാധിക്കുമെന്നുള്ള മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ആ ഒരു വാക്കിനെ, അവർ നൽകിയ ഉറപ്പിനെ പൂർണ്ണമായി തകർക്കുന്ന രീതിയിലുള്ള വലിയൊരു പ്രകൃതി ദുരന്തമായിരുന്നു അവിടെ ഉണ്ടായത്. എന്നാൽ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആളുകൾക്ക് വലിയ തോതിലുള്ള ഒരു ജീവനാശം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വലിയ ഭീഷണിയാണ് ഇപ്പോഴും അല്ലേ? ബന്ധപ്പെട്ട അധികാരികളെയൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. മെഗാ കമ്പനിക്കാർക്ക് പലതവണ നിവേദനങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരാരും മൈൻഡ് ചെയ്തില്ല. ഇതിൻ്റെ ശാസ്ത്രീയ ഘടന, മണ്ണിൻ്റെ ഘടനയോ അല്ല കുന്നിൻ്റെ പ്രത്യേകതയോ ഒന്നും അവർ നോക്കിയില്ല. ഈ പ്രദേശം അറിയുന്ന എഞ്ചിനീയർമാരോ ആരുമായിട്ടും അവർ ബന്ധപ്പെട്ടില്ല. അതിൻ്റെ ദുരന്തമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ആദ്യം 10-15 മീറ്ററാണ് എടുത്തിരുന്നത്. രണ്ടാമത് മണ്ണിന് വേണ്ടി മാത്രം അവർ 30 മീറ്റർ മുകളിലോട്ട് കയറ്റി. വീണ്ടും ആ 50 മീറ്ററോളം അവർ തട്ടാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എതിർത്തിരുന്നെങ്കിലും പിന്നെ ഒരു വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മളത് അവരെ വാക്ക് വിശ്വസിച്ച് നമ്മൾ പിന്മാറുകയും ചെയ്തു. നിലവിലുള്ള എലമെൻ്റ് പ്രകാരം മണ്ണെടുത്ത് കഴിഞ്ഞാൽ സമീപ വീടുകൾക്കെല്ലാം ഭയങ്കര ഭീഷണിയാണ്. ഒരു 20 മീറ്ററോ 15 മീറ്ററോ പടിഞ്ഞാറ് മാറി സ്ഥലം എടുക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതുപ്രകാരം ഭൂമിയേറ്റ് നടപ്പാക്കിയാൽ തീർച്ചയായിട്ടും ഒരു ഭാവിയിലൊരു അപകടം ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഒരു പക്ഷേ ഭാവിയിലൊക്കെ തന്നെ ഒരു വന്യജീവി സങ്കേതത്തിന് സമാനമായ രീതിയിലുള്ള ഒരു വനമേഖലയുള്ള പ്രദേശത്താണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു പ്രകൃതിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം നടന്നിരിക്കുന്നത്. ജിയോളജി വകുപ്പ് ഇവിടെ നിന്ന് അനധികൃതമായി ലോഡ് കണക്കിന് മണ്ണ് മെഗാ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ നേരിട്ട് കടത്തുന്ന കാഴ്ച പുറത്തെത്തിച്ചിരുന്നു. 1,12,00,000 രൂപ പിഴയടയ്ക്കണമെന്നുള്ള ഒരു നോട്ടീസ് കൂടി നൽകിയിരുന്നു. എന്നാൽ അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയാണ് എന്നുള്ള ഒരു കടുംപിടുത്തത്തിലാണ് ഇപ്പോഴും കമ്പനി അധികൃതർ മുന്നോട്ടേക്ക് പോകുന്നത്. ഓരോ ദിവസവും ആളുകൾ ജീവിതം പണയം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ നാട്ടിൽ ജീവിച്ചു പോകുന്നത്. ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.